ബഹുമാനപ്പെട്ട ശ്രീ നജീബ് കാന്തപുരം, അങ്ങേക്ക് 8 മിനിറ്റ്. ഈ ധനാഭ്യർത്ഥനയെ ഞാൻ എതിർക്കുകയാണ്. വ്യവസായ വകുപ്പിന് കീഴിൽ രേഖകൾ കൊണ്ട് ഒരുപാട് മാന്ത്രികം സൃഷ്ടിക്കുക എന്നതിലപ്പുറത്ത് യാഥാർത്ഥ്യബോധത്തോടു കൂടി നടപ്പാകുന്ന സംവിധാനങ്ങൾ എന്താണ് എന്നത് കൃത്യമായി നമ്മൾ അവലോകനം ചെയ്യേണ്ട ഒരു കാര്യമാണ് സർ. കേരളത്തിലെ വ്യാവസായിക രംഗം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വ്യവസായികളോട് നേരിട്ട് സംസാരിച്ചാൽ ബഹുമാന്യനായ മന്ത്രിക്ക് അത് ബോധ്യമാകുമെന്ന് ഉറപ്പാണ്. ഇവിടെ ഗാലറിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും ഒരു വ്യവസായ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള ലോക്കുകൾ ഉണ്ടായി വരുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്താണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത്തോടെ നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഇപ്പോൾ എൽദോസ് ഇവിടെ സംസാരിച്ചപ്പോൾ പെരുമ്പാവൂരിലെ കഥ പറയേണ്ടായി. എനിക്കൊരു സുഹൃത്ത് പെരുമ്പാവൂരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്ലൈവുഡ് സ്ഥാപനം മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. ഒരു കടലാസ് തുണ്ടുകൊണ്ട് ഒരാൾ എഴുതി കൊടുത്ത ഒരു പരാതി ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏത് വ്യവസായ സംരംഭവും അടച്ചു പൂട്ടാവുന്ന തരത്തിലേക്ക് അത്ര ദുർബലമാണ് സർ നമ്മുടെ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ മാറ്റാതെ വ്യാവസായിക രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാതെ ഓട്ടയടക്കാൻ ശ്രമിക്കുന്ന എല്ലാ യത്നങ്ങളും പാഴ്വേലയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട് മാറണം, നമ്മുടെ നാടിന് ആവശ്യമായ വ്യവസായം ഉണ്ടാകണം, ആ വ്യവസായങ്ങളിലൂടെ നാട് വളരണം എന്നത് നമ്മുടെയൊക്കെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള വലിയ മുൻകൈകൾ നമ്മളെല്ലാവരും കൂട്ടായി എടുക്കേണ്ടതുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഇന്നും നോക്കുകൂലി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് സർ. നമ്മുടെ മൂക്കിനു താഴെ നോക്കുകൂലി ചോദിക്കുന്ന ആളുകളെ തടയാൻ സാധിക്കാതെ നമ്മൾ ഉഴലി നിൽക്കുകയാണ് സർ. ഇത്തരത്തിലുള്ള ഘട്ടങ്ങളെല്ലാം നമ്മൾ കാണുകയാണ്. ഈ ഘട്ടത്തിൽ വ്യാവസായിക രംഗത്ത് നമുക്കൊരു ബൂമിംഗ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യബോധത്തോടെ നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ മഹാതോൽവിക്കിടയിലും ആ യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടായില്ല എന്നാണ് നേരത്തെ ഒരു അംഗം ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറയേണ്ടായി. അദ്ദേഹം വളരെ മനോഹരമായി ന്യായീകരിക്കുന്നത് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന ആ കോമഡി പരസ്യവാചകമാണ്. ആ കോമഡി അവിടെ നിൽക്കട്ടെ. ഞാനൊരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. 24-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് 2 പത്രങ്ങളിൽ ഒരു പരസ്യം വരികയുണ്ടായി. രണ്ടിൻ്റെയും ക്യാച്ച് ഒന്നാണ് സർ. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നമ്മളെല്ലാവരും നിശബ്ദ പ്രചരണം നടത്തുന്നതിനിടയിൽ ഒരു വീട്ടിൽ കയറി. സുപ്രഭാതം പത്രമാണ് അവിടെ വാങ്ങുന്നത്. ആ പത്രത്തിൽ ഒരു മനോഹരമായ സുന്ദരിയായ ഒരു മുസ്ലിം കുട്ടിയുടെ മഫ്തയിട്ട ഫോട്ടോയുണ്ട് സർ. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നാണ് അതിന് താഴെ എഴുതി വച്ചിരിക്കുന്നത്. ഞാനത് ആ പത്രം കണ്ടു. ഞാൻ നേരെ എൻ്റെ അടുത്ത പെരിന്തൽമണ്ണ ടൗണിലെ ഒരു കോൺവെന്റിലേക്ക് പോയി സർ. അവിടെ ദീപിക പത്രമാണ് അവിടുത്തെ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത്. ആ ദീപിക പത്രത്തിലെ 1-ാം പേജാണ് സർ. അതിനകത്ത് ആ മഫ്ത ഇല്ല സർ, ആ പെൺകുട്ടിയില്ല സർ, ആ കലാപമില്ല സർ. അവിടെ മണിപ്പൂരാണ് സർ. അവിടെ കുരിശു പള്ളികൾ തകർന്നടിഞ്ഞ കാഴ്ചയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ നേതാക്കളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ സ്വന്തം ചെയ്തതാണോ അല്ലെങ്കിൽ PR ഏജൻസി ചെയ്തതാണോ? ഇത് നിങ്ങൾ വ്യക്തമാക്കണം. ഇത് PR ഏജൻസി ചെയ്തതാണെങ്കിൽ നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല. കാരണം ആ PR ഏജൻസി മിക്കവാറും BJPക്ക് വേണ്ടി പണിയെടുത്തവർ നേരെ കേരളത്തിൽ വന്നെടുത്ത പണിയായിരിക്കും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇതിനർത്ഥം? എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത്? മണിപ്പൂരിൽ കുരിശുപള്ളികൾ തകരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണെന്നാണോ ഇതിനർത്ഥം? എന്താണ് ഇതിനർത്ഥം? ഉത്തരേന്ത്യയിലെ കലാപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് സന്തോഷമാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞതിനർത്ഥം? നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഇപ്പൊ ഇതാ സേവ്യർ പ്രസംഗിച്ചപ്പോഴും പറയേണ്ടായി. ഇതിനേക്കാൾ വലിയൊരു കോമഡി ഇനി പറയാനില്ല എന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വർഗീയതയുണ്ടെന്നോ നിങ്ങൾ വർഗീയവാദികളാണോ എന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. CPM-നെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്ര വൃത്തികെട്ട വർഗീയത ഉപയോഗിക്കാൻ CPM-നോളം നാണം കെട്ട ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങളുമായി നിങ്ങൾക്കൊരു പറയേണ്ടി വന്നത്. നിങ്ങൾ നോക്കൂ, വടകരയിൽ നമ്മൾ കണ്ട കാഫിർ, കോഴിക്കോട്ട് നമ്മൾ കണ്ട ഇക്ക, എന്താണ് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ പരിപാടി. ഞാൻ KK ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരിട്ട് കടമെടുത്ത് പറയാം. എന്തൊരു വർഗീയതയാണ് എടോ ഇത്! എന്തൊരു വർഗീയതയാണ്!
ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മുടെ നാട് നിൽക്കേണ്ട ലിൻഡോ, ഇങ്ങോട്ട് അതാണ് സംസാരിക്കണം. അതേ വാക്ക് ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്. ഉഡായിപ്പ് നിങ്ങൾ നടത്തിയത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനം നിങ്ങൾക്ക് നൽകുകയുണ്ടായി. എന്താണെന്നറിയോ ഇടതില്ലെങ്കിലും ഒരു ചുക്കുമില്ല എന്ന് ജനങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വൃത്തികെട്ട വർഗീയതയും നിങ്ങൾ പയറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സങ്കടകരമായ കാര്യം ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചെയ്തത്? ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പിണറായി സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഭരണത്തിന്റെ വൈകല്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ മെറിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്ഥാനാർത്ഥികളുടെ മതത്തെ കുറിച്ചല്ല ഞങ്ങൾ പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. അവർ പാർലമെന്റിൽ എടുക്കുമെന്നുറപ്പുള്ള നിലപാടിനെ കുറിച്ചാണ് സർ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ സംസാരിച്ചത് BJPയുടെ വർഗീയതയെക്കുറിച്ചും വിഭജന രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ്. നിങ്ങൾ സംസാരിച്ചതോ രാഹുൽ ഗാന്ധിയുടെ DNA കുറിച്ചാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒരു വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സിക്കാറാം മണ്ഡലത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ വാടകയ്ക്കെടുത്ത ഒരു MLA ആണ് നിങ്ങൾക്ക് വേണ്ടി ഇത് സംസാരിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് 4 സീറ്റ് പാർലമെന്റിൽ ഇല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഒരേ ഒരു സീറ്റ് മാത്രമേ പാർലമെന്റിലുള്ളൂ. അത് ശ്രീ രാധാകൃഷ്ണന്റെ സീറ്റ് മാത്രമാണ്, ബാക്കിയൊന്നുമില്ല. നമുക്ക് പരിശോധിക്കാം. രാജസ്ഥാനിലെ അംറാറാം സിക്കാറിൽ നിന്നാണ് ജയിച്ചത്. എന്താണ് സത്യം പറയുമ്പോ ബഹളം ഉണ്ടാക്കേണ്ടി വരും. അംറാറാം രാജസ്ഥാനിലാണ് വിളിച്ചത്. 30,000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. 30,000 വോട്ട് കളിക്കും. എങ്ങനെയൊക്കെ പൊള്ളും. എനിക്ക് സമയമാണ് സാർ, എനിക്ക് സമയം വേണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ സിക്കാറാമിൽ നിങ്ങൾക്ക് കിട്ടിയത് വെറും രാഹുൽ ഗാന്ധി നിങ്ങളെ വിജയിപ്പിച്ചത് എത്ര വോട്ടിനാണ്? നിങ്ങൾക്ക് 70,000. കോൺഗ്രസിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന എത്ര വോട്ടാണെന്നറിയുമോ? 4 ലക്ഷം വോട്ടാണ്. 4 ലക്ഷം വോട്ട്. എന്റെ സമയം അപഹരിച്ചിട്ടുണ്ട്, എനിക്ക് സമയം വേണം. അംറാമിനെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ് സർ. അംറാറാമിനെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. ആ നമ്മൾ സാധാരണ വീടുകളുടെ മുമ്പിൽ കാണാറുണ്ട് ശ്രീ മുത്തപ്പൻ, ഈ വീടിന്റെ കാവൽ. പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ ഇനി നിങ്ങൾ ഒരു ബോർഡ് തൂക്കണം, ഒരു സ്റ്റിക്കർ തൂക്കണം, രാഹുൽ ഗാന്ധി ഈ പാർട്ടിയുടെ കാവൽ എന്ന് എഴുതി വെക്കേണ്ട ഗതികേടിലല്ലേ നിങ്ങളുള്ളത്? നിങ്ങളുടെ ഈ 3 വോട്ട് ഞങ്ങൾ ഡിണ്ടിഗലിൽ ജയിപ്പിച്ചു. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഡിണ്ടിഗലിൽ തമിഴ്നാട്ടിൽ ജയിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു മണ്ഡലമാണ് ഡിണ്ടിഗൽ മണ്ഡലം. ആ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജയിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദാനമാണ്, അതുപോലെ DMKയുടെ ദാനമാണ്. സ്ഥാനാർത്ഥിയാണ് വെങ്കടേശൻ, ജയിച്ച സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല ജയിച്ചത്, അതൊക്കെ ഞങ്ങളുടെ ദാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 3 സീറ്റ് ഞങ്ങളുടെ ദാനമാണ്, 1 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളൂ എന്ന് നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഒരു ചെറിയ മര്യാദയെങ്കിലും കാണിക്കണം. നിങ്ങൾ രാഹുൽ ഗാന്ധിയോട് ഒരു ചെറിയ മര്യാദയെങ്കിലും കാണിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ എന്നിട്ടും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മര്യാദകേടല്ലാതെ എന്തു പറയാൻ?